ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി ലൈംഗിക പീഡന ആരോപണത്തിൽ കൂടുതൽ തെളിവ് പുറത്ത്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പുറത്തു വന്നു. ഓഡിയോ നിഷേധിക്കാത്ത രാഹുൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് പുറത്തുവന്ന പുതിയ തെളിവുകൾ. പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഓഡിയോയിൽ വ്യക്തം. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ. പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത്. എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവരെനിക്ക് ഇഷ്ടം. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ. ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും പഴയ ന്യായീകരണം ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനു തിരക്കുകൂടുന്നു? പെൺകുട്ടി പരാതി നൽകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ നടപടിയെടുത്താൽ നിലവിലെ പാർട്ടി അച്ചടക്ക നടപടി കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ശബ്ദരേഖ താൻ കേട്ടിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുലിനൊപ്പം വേദി പങ്കിട്ടപ്പോൾ പ്രതികരിക്കാതിരുന്നത് വിദ്യാർത്ഥികളെ ഓർത്തെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ തെളിവ് സഹിതം നടപടിയെടുത്താൽ അടുത്ത നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണെന്ന് കെ മുരളീധരൻ. കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റേ ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷെ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷനും ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പുതിയ ശബ്ദരേഖ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചു കളിക്കുന്നെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ സംശയങ്ങളുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിനിറങ്ങുന്നതിൽ അതൃപ്തി പ്രകടമാക്കി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, പിന്നെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. അത് പ്രവർത്തിപ്പിക്കുന്നത് ശരിയുമല്ല. കാരണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടപടി സ്വീകരിച്ചു, പാർട്ടിയിലില്ല. പാർലമെൻ്ററി പാർട്ടി നടപടി സ്വീകരിച്ചു, പാർലമെൻ്ററി പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണത്തിന്റെ വീഡിയോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ സജീവമായിരുന്നു. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും. പാലക്കാട്ട് ഷംന, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു, വീടുകൾ കയറുന്നു, അതിൻ്റെ പ്രചാരണ വീഡിയോ പങ്കുവയ്ക്കുന്നു. ഇനിയിപ്പോൾ നാളെ ചില പഞ്ചായത്തുകളിൽ നടക്കുന്ന പദയാത്രയിലൊക്കെ പങ്കെടുക്കുമെന്നും പറയുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും ആരോപണങ്ങൾ നേരിടാൻ തുടങ്ങിയത് മുതൽ തന്നെ രാഹുൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയത് മുതൽ ഔദ്യോഗിക പരിപാടിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സജീവമായിരുന്നു.
പിന്നീട് ഈ കണ്ണാടിയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് അതിലടക്കം നേതൃത്വം നൽകിയിരുന്നതും രാഹുൽ തന്നെയായിരുന്നു. അന്നൊക്കെ വലിയ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു MLA കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. പക്ഷെ അതൊന്നും വകവെക്കാതെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണം. ഇന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാങ്കാവ്, പാലക്കാട് നഗരസഭയിലെ മാങ്കാവ്, ഒപ്പം തന്നെ കമ്മാന്തറ, കണ്ണാടി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ പ്രചാരണത്തിന് ഇറങ്ങിയത്. മാത്തൂര്, ചുങ്കമന്നം തുടങ്ങിയ വാർഡുകളിലൊക്കെ ഇന്ന് MLA വോട്ട് ചോദിച്ച് കയറി ഇറങ്ങി. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇന്ന് വീണ്ടും ഈ കൂടുതൽ ഓഡിയോകൾ പുറത്തു വരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ആരോപണങ്ങൾ ഉയരുന്നു. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന കൃത്യമായ ഒരു പറച്ചിൽ തന്നെയായിരുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം ഈ വീഡിയോ പങ്കുവെക്കൽ. ഒപ്പം തന്നെ നാളെയും രാഹുലിന് ഇത്തരത്തിലുള്ള വീട് കയറിയുള്ള പ്രചാരണങ്ങളുണ്ട്. നാളെയും കണ്ണാടി, മാത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീട് കയറി പ്രചാരണം നടത്തും. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി UDFന്റെ MLA ആയ താൻ വോട്ട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ്, അതിൽ അതൃപ്തിയുള്ളത് മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. നാളെ ഒരു പ്രത്യേകതയുള്ളത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാലക്കാട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ എത്തുമോ, ആ സദസ്സിലെങ്കിലും എത്തുമോ എന്നതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമാണ്. ഈ വിഷയത്തിൽ ഇതുവരെ VD സതീശൻ ഇന്ന് പ്രതികരിച്ചിട്ടില്ല. നാളെ ആ പ്രതികരണം പാലക്കാട്ടുണ്ടാകുമോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. എന്തായാലും അതിൽ തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങൾ നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് കൊല്ലം ഒഴികെയുള്ള എല്ലാ കോർപ്പറേഷനുകളിലും മുന്നണികളെ അലട്ടി വിമതശല്യം. തൃശൂർ കോർപ്പറേഷനിൽ 3 മുന്നണികളും വിമത ഭീഷണി നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് LDFനും UDFനും വിമതരുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരം കോർപ്പറേഷനിലെ 5 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. കൊച്ചിയിൽ UDFനെയും BJPയെയും വിമതർ പ്രതിസന്ധിയിലാക്കി. കോഴിക്കോട്ടും കണ്ണൂരിലും UDFന് മാത്രമാണ് വിമതശല്യം. സംസ്ഥാനത്തെ 6 നഗരസഭകൾ 5ഇടത്തും മുന്നണികൾക്ക് ഭീഷണിയുയർത്തി വിമതർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പത്രിക പിൻവലിക്കുന്നുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിന്മാറ്റാൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ UDFന് 7ഉം LDFന് 5ഇടത്തും വിമതരുണ്ട്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴൂട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് CPMന്റെ വിമതർ മത്സരിക്കുന്നത്. ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിലാണ് UDF വിമതർ മത്സരരംഗത്തുള്ളത്. പൗണ്ടുകടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. UDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയിൽ UDFന് ഭീഷണിയാണ്. പാളയം, കഴക്കൂട്ടം, ഫോർട്ട്, സൈനിക സ്കൂൾ, വിഴിഞ്ഞം വാർഡുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8ഇടത്ത് UDFന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇതിലൊരാൾ മുസ്ലിം ലീഗിന്റെ വിമതയാണ്. കൊച്ചിയിലെ ചെറളായി വാർഡിൽ BJPക്കും വിമതനുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 10ഇടത്താണ് വിമത സാന്നിധ്യം. UDFനെതിരെ 6ഇടത്ത് വിമതർ മത്സരിക്കുമ്പോൾ LDFനെതിരെ 4ഇടത്തും BJPക്കെതിരെ 1ഇടത്തും വിമതൻ മത്സരരംഗത്തുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് 2 വാർഡുകൾ വിമതരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റിക്കെതിരെയും കണ്ണൂർ നഗരസഭയിലെ ആദികടലായി വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമത സാന്നിധ്യമില്ലാത്തത്. കൊല്ലത്ത് UDFന് വിമത ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിലൂടെ പരിഹരിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. ആലപ്പുഴ രാമങ്കരയിൽ CPIM CPI പോര്. വടകരയിൽ RMPക്ക് വിമത സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDFന് 8 വിമത സ്ഥാനാർത്ഥികളുണ്ട്. കൊണ്ടുപിടിച്ച അണുനയശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം. പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും 3 മുന്നണികൾക്കും വിമത ഭീഷണി രൂക്ഷമാണ്. വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ്. പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം 27 പേർ രാജിവെച്ചു. രാമങ്കരയിൽ LDFനകത്തെ പോര് പരസ്യമായി. CPIയുടെ 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ശ്രമം ഫലം കണ്ടില്ല. പരസ്പരം പോർവിളിച്ച് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPI കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും. CPIയുടെ 6 പേരും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. CPIക്കാർ ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം കൊണ്ട് അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അവരുടെ ബലം മനസ്സിലാക്കി പിരിഞ്ഞു പൊക്കോളും എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിലും CPIMന് വിമതനുണ്ട്. തൃത്താലയിലെ 4 പഞ്ചായത്തുകളിൽ CPIM CPI നേർക്കുനേർ പോരാട്ടമാണ്. മണ്ണാർക്കാട് CPIMനെതിരെ പോരാടാനുറച്ച് PK ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട്. 3 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം, കാരക്കുറിശി ഡിവിഷനിലും PK ശശി വിഭാഗത്തെ UDF പിന്തുണയ്ക്കും.
കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. ഏറ്റുമാനൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികളുണ്ട്. കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥി റെജി എം ഫിലിപ്പോസ് പിന്മാറി. വടകര നഗരസഭയിലെ 27-ാം വാർഡിൽ RMP ജില്ലാ കമ്മിറ്റി അംഗം AP ഷാജിത്തിനെതിരെ RMP പ്രവർത്തകൻ പുത്തൻപുരയിൽ ആസാദ് വിമതനായി മത്സരിക്കും. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുൻ MP രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് DCC നേതൃത്വം രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരാണുള്ളത്. നഗരസഭാ മുൻ അധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDFന് 8 വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. വിഖ്യാത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഒരു യുഗം അവസാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. 90-ാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബോളിവുഡിലെ ഹീമാൻ വിടവാങ്ങി. ഉച്ചയോടെയാണ് മരണവിവരം കുടുംബം അറിയിച്ചത്. കഴിഞ്ഞ മാസം അവസാനമാണ് ശ്വാസതടസ്സമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ധർമ്മേന്ദ്രയെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. വീട്ടിലും ഇതേ സൗകര്യം ഒരുക്കിയാണ് ഒരാഴ്ച മുമ്പ് ആശുപത്രി വിട്ടത്. വിലേപാർലയിലെ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം നടന്മാരായ ആമിർ ഖാൻ, അക്ഷയ് കുമാർ, ആദിത്യ കപൂർ, ഷബാന ആസ്മി തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഒരു യുഗാവസാനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയത്. പകരക്കാരനില്ലാത്ത പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് ഉപരാഷ്ട്രപതി അനുശോചിച്ചു. രാഷ്ട്രീയ, സിനിമാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചിച്ചു. 24 മുംബൈ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ INS മാഹി മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ പുത്തൻ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് INS മാഹിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. Named after the historic coastal town of Mahe, a symbol of India's maritime legacy, the ship embodies the spirit of innovation and service. സമുദ്രത്തിലെ നിശബ്ദ വേട്ടക്കാരൻ നാവികസേനയുടെ ഭാഗമായി കേരള തീരത്തെ മാഹിയുടെ പേരിലാണ് പുതിയ അവതാരപ്പിറവി. ഉറുമിയാണ് ചിഹ്നം. വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്ന ഹങ്കൂർ മുങ്ങിക്കപ്പലുകളടക്കം പുതിയ വെല്ലുവിളികളുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ കപ്പലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത്. മാഹി ക്ലാസിൽ 8 കപ്പലുകളാണ് ആകെ നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം അടുത്തതും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാകും. ഏതാണ്ട് 90% തദ്ദേശീയമായാണ് നിർമ്മാണം. തീരത്തോട് ചേർന്നാണ് മാഹിയുടെ സേവനം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. മുങ്ങിക്കപ്പലുകളെ ആക്രമിക്കുക, മൈനുകളെ നശിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രാഥമികമായി ചുമതലകൾ. മുങ്ങിക്കപ്പൽ പ്രതിരോധ രംഗത്ത് അർണാല ക്ലാസിൽ 8 കപ്പലുകൾ കൽക്കട്ടയിൽ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ ആവനാഴിയിൽ കേരളത്തിൽ നിർമ്മിച്ച, കേരളത്തിൽ നിന്നുള്ള പേരുകാരനായ ഒരു സൂത്രശാലിയായ യോദ്ധാവ് കൂടി എത്തിയിരിക്കുന്നു. INS മാഹിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പാകിസ്ഥാനിലെ പെഷാവറിൽ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെ ചാവേർ ആക്രമണം. ആക്രമണത്തിന് ശേഷമുണ്ടായ വെടിവെപ്പിൽ 3 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ 9 മണിയോടെ ഭീകരാക്രമണമുണ്ടായി. ആക്രമണത്തിൽ 5 സൈനികർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. പെഷാവർ FC ചൌക്കിലെ കൊഹാട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധസൈനിക വിഭാഗം ആസ്ഥാനത്തേക്കാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ഭീകരാക്രമണം നടന്നത്. സ്ഫോടനത്തെ തുടർന്ന് നടന്ന ശക്തമായ വെടിവെപ്പിൽ 3 പാകിസ്ഥാൻ സൈനികർ മരിച്ചു. 5 സൈനികരുൾപ്പെടെ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശേഷം സൈനികരും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. 3 ചാവേറുകളാണ് സ്ഫോടനം നടത്തിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആക്രമണം നടത്തിയ രീതി വെച്ച് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ തെഹ്രീക്ക് താലിബാൻ ആണെന്നാണ് പ്രാഥമിക നിഗമനം. TTPയുടെ ശക്തി കേന്ദ്രമായ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമാണ്
പെഷാവർ എന്നതും നിഗമനത്തെ സാധൂകരിക്കുന്നു. നവംബർ 11-നാണ് തെഹ്രിക്ക് താലിബാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിലേക്ക് ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന തരത്തിൽ TTP അനുകൂലികളായവരുടെ എക്സ്പോസ്റ്റുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ആക്രമണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പോലീസും സൈന്യവും. ഇന്റർനാഷണൽ ഡെസ്ക് 24. നോക്കാം ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 90,000 കടന്നു. സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നതോടെ ഇന്നത്തെ തത്സമയ ബുക്കിംഗ് നിർത്തിവെച്ചു. തിരക്ക് വർദ്ധിച്ചതോടെ നാളെയും നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ 5,000 പേർക്ക് മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. തീർത്ഥാടകരുടെ എണ്ണം കൂടിയെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ശബരിമല സന്നിധാനത്തെത്തി. ഇപ്രാവശ്യം ഒരു അനൂഹമായിട്ടുള്ള ഒരു ഭക്തജനങ്ങളുടെ വരവാണ് നമ്മുടെ ശബരിമലയ്ക്ക്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും അതേപോലത്തെ ഒരു തിരക്ക് അനുഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 ഡേയ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അതിനധികമായിട്ട് ഇത് ആൾമോസ്റ്റ് 1,00,000 ആളുകൾ ഇന്ന് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ളതാണെന്ന് തോന്നുന്നതാണ്. പക്ഷേ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഭാഗത്തു നിന്ന് നല്ല പോലെയുള്ള സൗകര്യം എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിവോട്ടീസിൻ്റെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നുണ്ട് പ്രതീക്ഷിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.